കുറച്ച് ദിവസം കൊണ്ട് സുഖമില്ലാത്തത് കാരണം എന്ത് കഴിച്ചിട്ട് നാവിനൊരു സുഖമില്ല കേട്ടോ. രാവിലെ ദോശയും ചമ്മന്തിക്കറിയും, ഉച്ചയ്ക്ക് പയറും കഞ്ഞിയും മാങ്ങാ അച്ചാറുമായിരുന്നു. പിന്നെ ചിന്തിക്കുകയായിരുന്നു വൈകിട്ട് ഇനി എന്താ ഉണ്ടാക്കുകയെന്ന്. അപ്പോഴാ കടയിൽ പോയപ്പോൾ നമ്മുടെ ഹാഫ് ബോയിൽഡ് ചപ്പാത്തി കണ്ണിൽപ്പെട്ടത് കേട്ടോ. പിന്നെ ഒന്നും ചിന്തിച്ചില്ല, ചപ്പാത്തിയും കിഴങ്ങ് കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ കിഴങ്ങ് കറിക്കുള്ള സാധനമെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം എന്താ കടുക് പൊട്ടിച്ച് കറിവേപ്പിലയിട്ട് ഉള്ളിയൊക്കെ ഇട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ചിക്കൻ മസാലയും ആഡ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇതിൽ ഞാൻ മുളക് പൊടി ഇടുന്നില്ല, മുളക് പൊടി ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ കഴിക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ മുളക് പൊടി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എന്താ നമ്മുടെ കിഴങ്ങൊക്കെ അതിലേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കാം. ഇത് കുറച്ചൊന്ന് വറ്റി വരണം കേട്ടോ. വറ്റി വരുന്നതാണ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടം കേട്ടോ. അടുത്ത് നമ്മുടെ ചപ്പാത്തിക്കുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. ഇതുപോലെ രണ്ട് സൈഡ് നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരുന്ന സമയത്ത് ഗ്യാസിന്റെ ഫ്ലെയിമിലോട്ട് നമ്മുടെ ചപ്പാത്തി ഒന്ന് ഇട്ട് കഴിഞ്ഞാൽ രണ്ട് സൈഡ് നല്ല രീതിയിൽ പൊള്ളി വരും കേട്ടോ. പിന്നെ ആവശ്യാനുസരണം കുഞ്ഞുങ്ങൾക്ക് ചൂടോടെ